സകല മനുഷ്യർക്കും ഇന്ത്യയും അർജുൻ്റെയും ഫാമിലിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ഇതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ്റെ അളിയനാണല്ലോ, എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിരിക്കണെന്നുള്ള അവിടെ പോകുന്നത്. പക്ഷേ എല്ലാത്തിനും അവിടെ ഉണ്ടായിരുന്ന 24 മണിക്കൂറിൽ 18 മണിക്കൂർ ഒരുമിച്ച് ഉണ്ടാവുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പറയാൻ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ദിവസമാണ്. ഞാൻ എൻ്റെ ലൈഫിലെ ഇനി അങ്ങോട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ആരോടെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ദിവസത്തെ എക്സ്പീരിയൻസ് ഞാൻ നിർബന്ധമായിട്ടും എല്ലാവരോടും ഷെയർ ചെയ്തിരിക്കും. കാരണം ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ ബിഗ് ബോസിലൊക്കെ പോയ സമയത്ത് പോലും ഇത്രത്തോളം ഒരു ടെൻഷൻ, സ്ട്രെസ്സ്, ഹാപ്പിനെസ് എല്ലാ വികാരം കൂടി എനിക്ക് വന്നിട്ടില്ലടേ. കാരണം എന്താ പറയുക, ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഉണ്ട്, 1 ഡേ, ഒരു ദിവസം ആ ദിവസമായിരുന്നു ഇന്ന്. അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇല്ലാത്തത് പറഞ്ഞു നടന്ന നാരദനും പരദൂഷണമെന്നും മറ്റേ പലതും കുത്തിത്തിരിപ്പ് എന്നൊക്കെ പറഞ്ഞവർക്ക് നാളെ മുതൽ നാക്ക് ഓടുമോ നോക്കട്ടെ മാറ്റി പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് മാറ്റി പറയാനോ അല്ലെങ്കിൽ അവരൊക്കെ മനസ്സിലാക്കാനോ വേണ്ടിയിട്ടല്ല. എന്താ അറിയോ, നമ്മൾ ചെയ്യാത്തതും നമ്മൾ വിചാരിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ വരുന്നൊരു ദേഷ്യവും സങ്കടവും ഒരു വാശിയും കാണാം നമുക്ക്. വേറെ ഒന്നുമല്ല, മനാഫും അർജുൻ്റെ ഫാമിലിയും അവരിന്ന് എല്ലാം കഴിഞ്ഞു, കൈ കൊടുത്തു, തീർത്തു. അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനാഫും അർജുവിൻ്റെ കുടുംബവും തമ്മിൽ ഒന്നിക്കുന്നു, അത് ഒരു സമാധാനത്തിൻ്റെയും ഒരു അന്തരീക്ഷത്തിലൂടെ പരസ്പരം ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ മാറ്റിക്കൊണ്ട് അവർ ഒന്നിച്ചു. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇതിന് പിറകിൽ ആദ്യത്തിൽ സത്യം പറയുകയാണെങ്കിൽ സായി സീക്രട്ട് ഏജൻറ്റ് തന്നെയായിരുന്നു. പലപ്പോഴും സീക്രട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രഷറിലും ഒരുപാട് വിഷമത്തിലും ഒരുപാട് ടെൻഷനിലൊക്കെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്തും അതിനുശേഷം ചാനലിന് സംഭവിച്ച ഒരുപാട് ചാനലിനെ മുൻപത്തെ പോലെയുള്ള ഒരു റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ അതിലൊക്കെ ഉപരി അവന് ചിന്തിക്കുന്നതും നല്ല നല്ല കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിലൂടെ പ്രത്യക്ഷപ്പെടുത്തണം, നല്ല കാര്യങ്ങൾ കാണിക്കണം സമൂഹത്തിന് എന്നുള്ള ഉദ്ദേശത്തോടെ ഇന്ന് സോഷ്യൽ മീഡിയ ചെയ്യുന്ന അതേപോലെ തന്നെ നവമാധ്യമങ്ങളും ചെയ്യുന്നത് പലപ്പോഴും ന്യൂസുകളെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സാഹചര്യങ്ങളിലും ചില മനുഷ്യർ തമ്മിൽ വീട്ടിലും അല്ലെങ്കിൽ നമ്മളെ സ്വന്തം ഒരു സർക്കിളിൽ കഴിയേണ്ട വിഷയങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചില വിഷയങ്ങൾ നല്ല നിലയിൽ കഴിഞ്ഞു പോവേണ്ട വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് സംസാരിച്ചതിന് ശേഷം അത് വലിയ വഷളാവുന്ന വിഷയങ്ങളിലേക്കാണ് പോയി പോകുന്നത്. പലപ്പോഴും നമ്മൾ പല സമയങ്ങളിലും ലോകത്ത് തന്നെ നമ്മൾ പലപ്പോഴും ലോകത്തെ ഏറ്റവും നല്ലൊരു മനുഷ്യന് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാപ്പ് നൽകുന്നവനാണ് ലോകത്ത് ഏറ്റവും നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമ യഥാർത്ഥത്തിൽ. അതേപോലെ ഒരു വ്യക്തി മാപ്പ് ചോദിക്കുമ്പോൾ ആ മാപ്പ് നൽകുക എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയ്ക്ക് മാത്രമേ അത് കഴിയുള്ളൂ. യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ പരസ്പരം 2 വ്യക്തികൾ തമ്മിൽ മാപ്പ് നൽകുകയും അവർ തമ്മിൽ ആ മാപ്പ് സ്വീകരിക്കുകയൊക്കെ ചെയ്യാൻ തയ്യാറായ സന്ദർഭങ്ങളിൽ പോലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പല ഇൻഫ്ലുവൻസേഴ്സും അവർ തമ്മിൽ എങ്ങനെ മാക്സിമം തമ്മിലടിപ്പിച്ചിട്ട് മാക്സിമം എങ്ങനെ റീച്ച് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പല ഇൻഫ്ലുവൻസേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യസന്ധമായിട്ടുള്ള നല്ല വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് നിലവിൽ ഉണ്ട് താനും, അത് സത്യം തന്നെയാണ്. ഏതായാലും നമുക്ക് എന്തായിരുന്നു പിന്നെ സീക്രട്ട് ഏജൻറ്റ് ഇതിന് നേതൃത്വം നൽകിയതും ഖാദർ കരിപ്പൊടിയും അതേപോലെ ഇവരൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട് മനാഫും ആ കുടുംബവും തമ്മിൽ ഒന്നിപ്പിച്ചിട്ടുണ്ടായി. സത്യം പറയുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ തെറ്റിദ്ധാരണകൾ തന്നെയാണ് ഇത്തരം അവസരങ്ങൾ സൃഷ്ടിക്കുന്നത്. ഏതായാലും മനാഫ് ഇതിനെക്കുറിച്ച് അവിടെ അവർ ഒന്നിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂടിച്ചേരലുകൾ എന്ന് പറയുമ്പോൾ വളരെ മധുര മനോഹരമായിട്ട് ആയിരുന്നു എനിക്ക് തോന്നിയത്. കാരണം കേരളം മുഴുവനും ചർച്ച ചെയ്യപ്പെട്ട വളരെ സൗഹൃദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം നിർമ്മിക്കപ്പെട്ട് ഒരു ലോറി ഡ്രൈവറും അതേസമയം മുതലാളിയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ വലിയ ബന്ധങ്ങൾ വലിയ അതിമനോഹരമായിട്ട് മതങ്ങളുടെയും അതേസമയം രാഷ്ട്രീയത്തിനൊക്കെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് സ്നേഹമാണ് ഏറ്റവും വലിയത് എന്ന് തെളിയിച്ചവർ അവസാനത്തിൽ സോഷ്യൽ മീഡിയ തന്നെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഇവരെ ഒന്നിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയ ഒരു സാഹചര്യം ചില വർഗീയ ശക്തികളുടെ
കുത്തിത്തിരിപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. സത്യത്തിൽ വർഗീയ ശക്തികൾ ഒരിക്കലും ഇവരെ കുത്തിത്തിരിപ്പിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള സർവ്വ യാഥാർത്ഥ്യം തന്നെയാണ്. ഏതായാലും അവർക്ക് പറയാനുള്ളത് മനാഫ് മുതൽ നമുക്ക് ഒന്ന് കേട്ട് നോക്കാം. അതാണ് സന്തോഷം. ഇത് ഞാൻ ഇതിനിടയിൽ ഞാൻ ഒരു വീട്ടിൽ പോയൊരു ഒരൊറ്റ കാര്യം ചെയ്തുള്ളൂ. ഞാൻ ആ വീട്ടിൽ പോയിന്നുള്ളൂ. അതിനപ്പുറം നമുക്കൊന്നും ഇല്ലടേ അതിനപ്പുറം. ഇവർക്ക് ചില കാര്യങ്ങളിൻ്റെ സംസാരങ്ങൾ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം. അപ്പോൾ അതിപ്പം ഇപ്പം എന്താ പറഞ്ഞാൽ കഴിഞ്ഞ് ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത്. ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവരെന്ത് ഉദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു ഫാമിലിയാണ്. ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിന് അതിപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ നമ്മളെ കുടുംബമാണ്. ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്, കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയമൊന്നുമല്ല, സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ്. ഞാൻ വീണ്ടും ഇവരോട് പറയാണ്, എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിൽ എന്ത് പാകപ്പയവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞു കഴിഞ്ഞ് മാപ്പ്. ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം. ഇത് നമ്മളെ കുട്ടികളാണ്. നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും എനിക്കും ഒക്കെ ഇനിയും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ. പിന്നെ ഇവരെ സംഗി പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവ് ചെയ്ത് ചെയ്യരുത്. ഞാൻ എത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദം ആവശ്യമില്ലേനും തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ്. മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഇതിപ്പോൾ ഒരു ഫാമിലിയാണ്. ഒരിക്കലും ഇനി ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യുക, അത് എനിക്ക് പറയാനുള്ളൂ. അതായത് നമ്മൾക്ക് ആ ഒരു ടൈമിലുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്, നമുക്കുണ്ടായ മനപ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാനുള്ളത്. സത്യം പറഞ്ഞാൽ ഇവരെ ഈ കാഴ്ച കാണുമ്പോഴേ വളരെ നിഷ്കളങ്കമായ കുടുംബം. ജിതിനാണെങ്കിലും അർജുൻ്റെ അനിയനാണെങ്കിലും അതേസമയം മനാഫാണെങ്കിലും വളരെ നിഷ്കളങ്കരാണ്. സത്യത്തിൽ ഇവർ തമ്മിൽ ഇത്രയ്ക്ക് അവരൊന്നിരുന്ന് സംസാരിച്ചാൽ തീരുന്ന വിഷയമേ ഉള്ളൂ. പലപ്പോഴും ലോകമഹായുദ്ധങ്ങൾ പോലും ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ്? പലപ്പോഴും അവർ തമ്മിൽ ഇരുന്ന് സംസാരിച്ച് തീരുമാനിക്കേണ്ട ചില വിഷയങ്ങൾ ലോകത്ത് വലിയ അപകടങ്ങളും ലോകം വലിയ സാമ്രാജ്യത്തെ പോലും നശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് കാലഘട്ടത്തെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത്തരം ചരിത്രങ്ങളിലേക്ക് ഇത് ഒരിക്കലും ഒഴുകിപ്പോവരുത് എന്ന് മലയാളികൾ ഓരോരുത്തരും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും സായിയെ പോലെയും അതേപോലെ ഖാദർ കരിപ്പോടിയെ പോലുള്ള നല്ല മനസ്സുള്ള മനുഷ്യർ യഥാർത്ഥത്തിൽ, അതായത് ടി വി ചാനലുകൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാക്സിമം ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി കുത്തിത്തിരിപ്പുകൾ മാത്രമായിരുന്നു. അന്ന് അവിടെ ചെയ്തതും അത് തന്നെയായിരുന്നു. 24 ന്യൂസ് പോലത്തെയും അത്തരത്തിൽ ന്യൂസ് 8 പോലത്തെ ചാനലുകളൊക്കെ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ എന്ന് തന്നെ പറയാം. പലപ്പോഴും ആ ന്യൂസിനെ വളച്ചൊടിച്ച് തിരിച്ചടക്കി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഇല്ലാത്ത കഥകൾ മെനഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു, ജനങ്ങളെ വിഡ്ഢിയാക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ സത്യത്തിൽ പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇല്ലായിരുന്നു എങ്കിൽ ഇത്തരം നല്ല കൂടിച്ചേരലുകൾ ഉണ്ടാവുമായിരുന്നില്ല. കാരണം മറ്റുള്ള ടി വി ചാനലുകളെ സംബന്ധിച്ചിടത്തോളം ഇവരൊന്ന് ഒന്നിക്കണം എന്നുള്ള ഒരിക്കലും ഇവർ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും ഈ ചാപ്പ കുത്തുന്ന പരിപാടിയാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പറയുകയാണ് അവന് ജിതിന് പിന്നെ സംഖ്യയാണ് അല്ലെങ്കിൽ മറ്റവൻ ഇതാണ്. യഥാർത്ഥത്തിൽ പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കപ്പെട്ടു പോവുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ ചെയ്ത തെറ്റിൻ്റെ പിറകിൽ അറിയാതെ ഇവർ അകപ്പെട്ടു പോവുകയാണ്. ജിതിന് ഇതിനെക്കുറിച്ച് പറയുന്നത്, ഈ ഒരു തെരച്ചിൽ ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുനെ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം അതിന് ശേഷമുള്ള പത്രസമ്മേളനമൊക്കെ വിളിച്ചൊക്കെ ഏത് ഭാഗത്ത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു, ഏത് രീതിയിലാണൊക്കെ ഉണ്ടായതെന്നുള്ള.
പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സാധാരണക്കാരനായ ഒരാളാണ്. പിന്നെ അതിൽ കുറേ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി. ഉദ്ദേശ കാര്യം ശരിക്കും വേറെ ഒന്നായിരുന്നു, പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നായിപ്പോയി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സംഘിപ്പട്ടം, പിന്നെ ഒരു എന്താ പറയുക, ഒരു വർഗീയ തലത്തിലുള്ള ഒരാൾ, പിന്നെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന കുറേ ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓരോടിപ്പോൾ എന്താ പറയുക, അവർക്കിപ്പോൾ ഓരോടൊന്നും ഇതിൽ ചെയ്യേണ്ടത് വർഗീയ വിമുക്ത കേരളാക്കണം. വർഗീയ നമ്മളിപ്പോൾ അതിന്റെ ആൾക്കാരെ നമ്മളൊക്കെ ഇതിന്റെ ഈ വരുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒരൊറ്റ ആള് വിദ്വേഷ കമന്റ് ഇടരുത്. ഇത് കേരളത്തിന് ഇടൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേരളത്തിന് മാതൃക ആയിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആയിരിക്കണം. അല്ല, വിവേകമുള്ള ഒരാളും ഇനി അങ്ങനെ ചെയ്യും എനിക്ക് തോന്നില്ല. ഇത് കുറച്ച് എന്താ പറയുക, പിന്നെ ഇതിലൊന്നും പെടാത്ത ആൾക്കാരാണ്. എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതിലിപ്പോൾ അങ്ങനെ വിവാദത്തിൻ്റെ ഒരു ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അപ്പോൾ ജനങ്ങളിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറേ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സാധാരണ ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെയൊന്നുമല്ല. ഞാൻ സാധാരണ ഒരു ജിതിൻ, ഒരു സാധാരണ മനുഷ്യൻ. അപ്പോൾ അതിൽ വന്ന് കുറേ പാകപ്പഴൊക്കെ അതിലുണ്ടേനി, കുറേ കാര്യങ്ങൾ എത്തിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത്രയും ഉണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ഈ വിഷയമൊക്കെ. യഥാർത്ഥത്തിൽ ജിതിൻ്റെ മനസ്സൊക്കെ വളരെ പളുങ്കുപാത്രം പോലത്തെ മനസ്സാണ് ജിതിൻ്റേത്. നമ്മൾ ഇത്തരത്തിൽ ഒരു സമയത്ത് നമ്മളെടുക്കുന്ന കണിശമായ നമുക്ക് കിട്ടുന്ന ചെറിയ കേവലം റീച്ചിന് വേണ്ടിയിട്ട് ഒരു സമൂഹത്തെയും ഒരു കുടുംബത്തെയും നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് ഒരു സമൂഹത്തിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളത് വളരെ അപകടകരമായ കാര്യമാണ്. ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ മനാഫിനെ സംബന്ധിച്ചിടത്തോളം മനാഫ് അറിയാതെ സത്യം പറഞ്ഞാൽ ഇമോഷണലായി പോയതാണ് യഥാർത്ഥത്തിൽ. ഒരിക്കലും മനാഫ് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. പലപ്പോഴും ഇത്തരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും TV ചാനലുകളും കാട്ടിക്കൂട്ടിയതിൻ്റെ അവസ്ഥയിൽ ഇവരെ എന്താ പറയുക, നമ്മൾ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മളെ മലബാറിയൻ ഭാഷയിൽ പുളിയമൂച്ചി കയറ്റിയതാണ് യഥാർത്ഥത്തിൽ എന്ന് തന്നെ ഇതിനെ പറയാം. ജിതിനെ സംബന്ധിച്ചിടത്തോളം ജിതിന് അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അതേപോലെ അർജുൻ്റെ സഹോദരനാണെങ്കിലും അതേസമയം അർജുൻ്റെ സിസ്റ്റർ ആണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും അത്യാവശ്യം വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. പലപ്പോഴും അവർക്കൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ. സത്യം പറഞ്ഞാൽ മനാഫ് ഇതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഈ മീഡിയാസുകൾ കയറി കത്തിച്ച് കയറി അങ്ങ് മറിച്ചിട്ടതാണ് യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ സംഭവിച്ചിട്ടുള്ളത്. അതേസമയം ഈ ഒരു സമയത്ത് അറിയാതെ ജിതിനും ഇവരൊക്കെ അറിയാതെ സത്യം പറഞ്ഞാൽ അവരും മനസ്സറിഞ്ഞ് ചെയ്തതല്ല. പലപ്പോഴും മനാഫ് ചെയ്ത വലിയ നന്മയെ ഇവർക്ക് അറിയുന്നതാണ്. അതേസമയം മനാഫിനെ പോലെ തന്നെ ജിതിനും ആ കുടുംബമൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മനാഫിനെ അവിടെ ഈ പുഴയുടെ തീരത്ത് പലപ്പോഴും കാണുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രെയിമിൻ്റെ പിറകിലൊക്കെ വളരെ സജീവമായിട്ട് ജിതിനും ഇവരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്, നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, അർജുൻ്റെ അളിയനാണല്ലോ, എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിരിക്കണെന്നുള്ളത് ഞമ്മക്കറിയാം. അവിടെയുള്ള നല്ല അവിടെ പണിയെടുത്തിക്കണ്. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പല സ്ഥലത്തും റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കണ് ജിതിൻ്റെ കാര്യം. ജിതിൻ എന്ന് പറഞ്ഞത് ശരിക്കും ഒരു മാതൃകയായിട്ടുള്ള ഒരു അളിയനാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിതിൻ്റെ ബിസിനസ് വരെ വിട്ടിട്ട് ജിതിനും അവിടെ തന്നെ നമ്മളെപ്പോലെ തന്നെ മെനക്കെട്ട ഒരു വ്യക്തിയാണ്. ഒരു അളിയന്മാർ ചിലപ്പോൾ ഇത്രത്തോളം ഒന്നും ചെയ്യൂല. തീർച്ചയായിട്ടും എന്താ പറയുക, അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട വിഷയമാണ്. ആ ഫാമിലിക്ക് പിന്നെ ഇവൻ ചെറുതാണ്, അപ്പോൾ ഇവനക്ക് ഇത്ര പരിധി ഉണ്ട്. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭാര്യ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മെനക്കെടുന്ന അളിയന്മാരുണ്ടാവും? ഒരാളും ഉണ്ടാവില്ല. ആ സ്ഥലത്ത് സ്വന്തം ബിസിനസ് ഒക്കെ ഒഴിവാക്കി ആദ്യ ദിവസങ്ങളിൽ മുതൽ തന്നെ അവിടെ വെയിലും മഴയും ഒക്കെ കൊണ്ട് നടന്ന ആളാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബാഡ് ഇമേജിൽ കാണരുത്. ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ എന്തോ ഒരു ചെറിയ കളികളൊക്കെ നടന്ന് അതിൽ അങ്ങോട്ട് എന്തായിപ്പോയതാണ്, അങ്ങോട്ട് ഇതായിപ്പോയത്. നമ്മൾ സാധാരണക്കാരെ വേഗം നമുക്ക് മറ്റുള്ളവർക്ക് കയ്യിലെടുക്കാൻ കഴിയും, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കണ്, നമ്മളെ പിന്നിൽ തമ്മിൽ തെറ്റിക്കാൻ ആരും മെനക്കെട്ടിട്ടും കാര്യമില്ല. ഇതൊരു ഫാമിലിയാണ്. ഇതിൽ ഇതുപോലത്തെ മനുഷ്യനെ നമ്മളെന്താക്കണോ, അപ്രിഷ്യേറ്റ് ചെയ്യുന്നേ വേണം. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനക്ക് ഇവൻ്റെ ജ്യേഷ്ഠനാ, ഓക്കെ, ഇവനൊഴിച്ചിട്ട് ഈ കൂടുതലുള്ള ആര് ചെയ്യുന്നതും എന്താണ് വലിയ നന്മയുള്ള കാര്യമാണ്. സ്വന്തം ബിസിനസ് നോക്കിയിട്ടില്ല ജിതിന്, സ്വന്തം ആരോഗ്യം നോക്കിയിട്ടില്ല,
സ്വന്തം മക്കൾക്ക് അവൻ്റെ കുട്ടിക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതുവരെ നീട്ടി വെച്ചിട്ട് ഇതിനും വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്ത ആളുകളാണ്. ചെറിയ ഫാൾട്ട് ഏതൊരു എന്താ പറയുക ആളുകൾക്കുണ്ട്. നമ്മളൊരു സാഹോദര്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. നമ്മളിപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ആരോ ഇടപെടലുകൾ വന്നു തുടങ്ങിയോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ ഭയമൊന്നുമില്ല. നമ്മളെ ഇടയിൽ ഒരു കുഴപ്പമില്ല, നിലവിലും ഇല്ല, ഇപ്പോഴും ഇല്ല. അല്ല, മുബീൻഖാനെ കുറിച്ചൊക്കെ കാര്യം പറയാനുള്ളത് ഞങ്ങൾ പിന്നെ മനാഫ്ഖാൻ്റെ രീതിയിൽ അവിടെ വേറെ ഭാഗത്തുണ്ട്. ഇനി ഞാനും മുബീൻഖാരനല്ല, എനിക്ക് പിന്നെ അർജുൻ്റെ ഒരു മാതിരിയുള്ളൊരു ഫീല് തോന്നി. അത്രയും ആത്മബന്ധം ഒരേ റൂമിൽ താമസിച്ച് ഒരേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഏത് കാര്യത്തിന് എന്താണെങ്കിലും നമ്മളെ അവിടെ ഉണ്ടാക്കുന്ന അവിടെ പോകുന്ന ഭക്ഷണം എല്ലാത്തിനും അവിടെ ഉണ്ടായിരുന്ന 24 മണിക്കൂറിൽ 18 മണിക്കൂർ ഒരുമിച്ചുണ്ടാവുന്ന ആൾക്കാരേക്ക് നമ്മളെ ഈ കാര്യത്തിൽ ആരൊക്കെ സഹായിച്ച് പേരെടുത്ത് പറയുന്നില്ല. ഇനി പേരെടുത്ത് പറഞ്ഞിട്ട് ഒരു മനപ്രയാസം ആർക്കും വരരുത്. സകല മനുഷ്യർക്കും ഇന്ത്യയും അർജുൻ്റെയും ഫാമിലിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു നന്ദി അറിയിക്കുകയാണ്. നന്ദി. മുബീനിൻ്റെയും ജിതിൻ്റെയും ആ വാക്കുകൾ വളരെ മനോഹരമാണ്. അവർ ഒന്നിച്ച് ഒരു കോത്ത് ഒന്നിച്ച് അത്രയ്ക്കും ഇതിനു വേണ്ടി പ്രയത്നിച്ചവരായിരുന്നു. പലപ്പോഴും അവരത്രയ്ക്കും സ്നേഹത്തിലും ഐക്യത്തിലും തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഈ ലോറി മിസ്സായി കാണാതായി അർജുന് കാണാതായ സമയത്തൊക്കെ ഇവർ ഒന്നിച്ച് ഒറ്റക്കെട്ടായിരുന്നു. പലപ്പോഴും നമ്മളെ ന്യൂസ് റിപ്പോർട്ടുകൾ പോലും കണ്ടിട്ടുണ്ടായിരുന്നു. ജിതിന് അവിടെയുണ്ട്, അർജുൻ്റെ ബ്രദർ ഇവിടെയുണ്ട്, മനാഫ് ഇവിടെയുണ്ട്. അവർ ഒന്നിച്ചായിരുന്നു. പലപ്പോഴും ഇതിനൊക്കെ തെറ്റിദ്ധരിപ്പിച്ചതിലൊക്കെ ഉപരി നമ്മൾ യഥാർത്ഥത്തിൽ മീഡിയാസും ഇവരൊക്കെ തെറ്റിദ്ധരിച്ച് കണ്ടതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ് നമ്മൾ തിരിച്ച് മനസ്സിലാക്കേണ്ടത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ഇതിനെ പല ആംഗിളിൽ നിന്നും ചിന്തിക്കുമ്പോഴേ നമ്മൾ എപ്പോഴും ഊഹങ്ങളെല്ലാം ഒരിക്കലും നമ്മൾ ഊഹിക്കരുത് എന്നാണ്. പല ഊഹങ്ങളും യാഥാർത്ഥ്യമല്ല എന്നും പല ഊഹങ്ങളും കളവാണ് എന്നും നമ്മൾ മനസ്സിലാക്കണം. എന്താണ് സത്യം അറിയാതെ നമ്മൾ വെറുതെ ഒരാളെയും ആക്രമിക്കരുത്. നമ്മൾ ഇന്നത്തെ യുവതലമുറ പലപ്പോഴും പെട്ടെന്ന് തീരുമാനമെടുക്കുന്നതാണ്. യഥാർത്ഥത്തിൽ യുക്തിയോടെ തീരുമാനമെടുക്കുക, ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളത്. ഏതായാലും ഈ ഒരു സംഭവമൊക്കെ ഇത്തരം ഒരു വിഷയത്തിലേക്ക് വളരെ മനോഹരമായിട്ട് ഇവരെ ഒന്നിപ്പിച്ചത് നമ്മുടെ കേരളം കണ്ട ഏറ്റവും നല്ല സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യമാണ്. മനാഫ് പറയുന്ന പോലെ തന്നെ ഒരിക്കലും ഇവിടുത്തെ കമൻറ്റ് ബോക്സുകൾ ഒരു കാരണവശാലും വർഗീയതയുടേതാവരുത്. വർഗീയതയെ നമ്മൾ ഈ ഒരു കൂടിച്ചേരലോടെ നമ്മൾ ഇപ്പോഴും വർഗീയ വിഷം തുപ്പുന്നവരെ നമ്മൾ വേറിട്ട് നിർത്തും. അങ്ങനെ തന്നെ ചെയ്യും. ഇനിയും വർഗീയത തുപ്പുന്നവർ തുപ്പിക്കൊണ്ടിരിക്കും. നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയൊക്കെ ഈ വർഗീയത പുലമ്പുന്നവരൊന്നും ഇത്തരം കാര്യങ്ങളിലൊന്നും സജീവമായിരുന്നില്ല എന്നുകൂടെ മലയാളികൾ ചിന്തിച്ച് മനസ്സിലാക്കണം. എന്തായാലും നമ്മൾ ഇനി തെറ്റിദ്ധാരണകൾക്ക് പുറകെ നമ്മൾ പോവരുത്. നമ്മൾ സമൂഹത്തിലൊരു വിഷയം വരുന്ന സമയത്ത് അതിൽ നിന്ന് കയറിയതിന് ശേഷം നമ്മളെപ്പോഴും നമ്മൾ എങ്ങനെ കയറിയെന്നും നമ്മൾ ഇനിയും എത്ര സഞ്ചരിക്കാനുണ്ട് എന്നും നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും ഇത്തരം ചിന്തകളില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ സമൂഹം ഇത്രയ്ക്കും അധപ്പതിച്ചു പോകുന്നത്. ഒരുപക്ഷെ ഇത്തരം വിഷയങ്ങൾ ചെറിയ വിഷയങ്ങളാണ് ലോകത്ത് വലിയ യുദ്ധങ്ങൾ പോലും സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മറക്കരുത്. എപ്പോഴും സമാധാനത്തിൻ്റെ മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ ലോകത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ലോകത്തെ വലിയ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിജി പോലും നമ്മെ പഠിപ്പിച്ചത് ഹിംസയുടെ മാർഗമല്ല, സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ ജീവിതത്തിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും, സമൂഹത്തിലെ വലിയ തിന്മകളെ നേരിടാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്ന പാഠം. ഇതേ സമയം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അതേപോലെ സൊസൈറ്റിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം കേട്ട പാതി കേൾക്കാത്ത പാതി കാളപ്പെറ്റു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കയറെടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന അപകടങ്ങളിലെ ഏറ്റവും വലിയ ഉദാഹരണം മാത്രമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പലപ്പോഴും വർഗീയത എന്ന് പറയുമ്പോഴേ ഒരിക്കലും ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള മനുഷ്യരിലേക്ക് നമ്മൾ വർഗീയത നമ്മളായിട്ട് കുത്തിവെക്കരുത്. ഇവരെപ്പോഴും ചിന്തിക്കുന്നത് ഇത്തരം മനുഷ്യരുടെ മനസ്സുകൾ എപ്പോഴും ഒന്ന്
ഒന്നിച്ച് ഇരുന്ന് തീരുമാനിച്ച് കൈകാര്യം ചെയ്ത് സംസാരിച്ച് തീരുമാനിച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന വിഷയങ്ങൾ ആയിട്ടല്ലാത്ത ഒരു വിഷയവും ലോകത്തിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് നമ്മൾ കഴിയാത്ത, ലോകത്ത് പലപ്പോഴും നമ്മൾ മനുഷ്യൻ്റെ മനസ്സുകൾ പലപ്പോഴും പതറിപ്പോകുന്നത് നമ്മളെപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ചിന്തകൾ, നമ്മൾ ചിന്തിക്കുന്ന അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന സമയത്താണ് വലിയ അപകടങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത്. എപ്പോഴും നമ്മുടെ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കണം. നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ വൈകാരികമായിക്കൊണ്ട് സംസാരിക്കും. ഈ വൈകാരികത നമ്മൾ ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നീട് നമ്മളെപ്പോഴും എന്തായിരിക്കും മാറും. പിന്നീട് നമ്മൾ ആ ഒരു സംഭവത്തെക്കുറിച്ച് ദുഃഖിക്കുന്ന സാഹചര്യങ്ങൾ ഉടനീളം ലോകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത്, നമ്മളോട് ഒരാൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മൾ സൈലൻ്റായി മാറുക എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ എത്രമാത്രം സൈലൻ്റ് ആകുന്നോ അവിടെയൊക്കെ അപകടങ്ങൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. വൈലൻ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സൈലൻ്റ് ആവുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഈ ഒരു കൂടിച്ചേരലുകൾ നമ്മുടെ കേരളത്തിന് വലിയ സൗഹാർദ്ദത്തിൻ്റെ കൂടിച്ചേരലുകളായിട്ട് നമ്മൾ കാണണം. നമ്മൾ കമൻറ്റ് ബോക്സുകളൊന്നും ഒരിക്കലും നെഗറ്റീവും വർഗീയത പുലമ്പുന്ന കമൻറ്റുകൾ നിങ്ങൾ അടിക്കരുത്. അത് നമ്മൾ ഈ സമൂഹത്തിന് നൽകുന്ന ഈ ഒരു വലിയ സന്ദേശം തന്നെ ഇല്ലാതാക്കുന്ന സാഹചര്യത്തിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കും എന്ന് നമ്മൾ പഠിക്കണം. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യ്. പുതിയ മറ്റൊരു വീഡിയോസുമായി വിടും.